ഹലോ ഗായ്സ്, ഞാനിതാ ഡ്യൂട്ടി കഴിഞ്ഞ് താഴേക്ക് സെറ്റാക്കിയിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതാ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞാനിന്ന് ഒന്ന് പുറത്തിറങ്ങി നടക്കണമെന്നുണ്ട്. പിന്നെ മൂവി ഏതെങ്കിലുമൊക്കെ കാണാൻ പോകണമെന്നുണ്ട്. പുഷ്പ കാണണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം അത് ഫ്ലോപ്പാണ്, രസമില്ല ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒന്ന് പോയി കണ്ടേക്കാമെന്നുണ്ട്. കാരണം കുറച്ച് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. വയ്യേ ഞാൻ പറയാം. അപ്പോൾ നമുക്കൊന്ന് കാണാൻ പോയാലോ? പോയേക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് മാറ്റി പരിപാടികളൊക്കെ കഴിച്ച് താടിയൊക്കെ ഒന്ന് റെഡിയാക്കാൻ പോയി. റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഒന്നിങ്ങനെ പുറത്തിറങ്ങി നടക്കാം. പുറത്തിറങ്ങി നടന്നപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നി പടത്തിന് പോകാം. അപ്പോൾ ഞാൻ കൺഫേം ചെയ്തു, ഞാൻ പുഷ്പ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ ഞാൻ പുഷ്പ കാണാൻ വേണ്ടിയിട്ട് പോകണം. പുഷ്പ എല്ലാവരും പറയുന്നു പുഷ്പ രസമില്ല, അറിയണവരൊക്കെ പറഞ്ഞ് പുഷ്പ കാണാം, ഇവിടെ പുഷ്പക്ക് പോകണം, എനിക്ക് തീരെ പ്രാന്തണം, മറ്റോ മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ചെങ്ങന്മാരൊക്കെ കണ്ടിന്യൂ. എന്നാലും എങ്ങനെയുണ്ട് എന്ന് അറിയണമല്ലോ. നമുക്ക് പോവേണ്ടത് ഇതാ ആ മാളിലേക്കാണ്. ഇതാണ് അൽവാദ മാൾ. നമ്മൾ നേരെ അതിൽ പോകും. അവിടെ പോയിട്ടായിരിക്കും നമ്മൾ പടം കാണാം. ഓക്കെ ഗൈസ്, ഞാൻ സൈറ്റിൽ നോക്കുമ്പോൾ 10 മണിക്ക് കാണിക്കുന്നുണ്ട്. പക്ഷേ അറിയില്ല. ഞാൻ സൈറ്റിൽ നോക്കുമ്പോൾ 10 മണിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സമയം 9:20. ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ തിരക്കായാലും, അല്ലെങ്കിൽ ചിലപ്പോൾ സീറ്റ് കിട്ടില്ല. സീറ്റ് കിട്ടിയാലും ഇനി ബാക്കിലെല്ലാവരും ചിലപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പോഴേ പോകണത് കേട്ടോ. ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങാം. അതാണ് മെയിൻ ഊയം. ഞാനങ്ങനെ നടന്ന് പിന്നെ അൽവാദൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാക്കണം ലുലു ഒക്കെ ഉണ്ട്. ഇത് കടന്നിട്ട് വേണമെങ്കിൽ അപ്പുറത്തെത്താൻ. ഈ അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മളപ്പുറത്തെത്തും. അങ്ങനെ നമ്മളിപ്പോൾ അണ്ടർപാസിലെത്തി. ഇത് കടന്നിട്ട് നേരെ അപ്പുറത്ത് ആ സൈഡിലൂടെ പോയിട്ട് കയറണം. ഇതാ നമ്മുടെ അണ്ടർപാസ്. നമ്മൾ ഏകദേശം കയറാനായി. നമ്മൾ സ്റ്റെപ്പ് വേണോ അതോ സ്ലോപ്പ് വേണോ? സ്റ്റെപ്പ് പോയി പോവാം നമുക്ക്. അങ്ങനെ നമ്മൾ ഇതാ സ്റ്റെപ്പ് കയറി അൽവാദൻ്റെ ഇവിടെ സൈഡിലെത്തിക്കാം. ഞാനങ്ങനെ പോണത് അൽവാദൻ്റെ മെയിൻ വഴിയുമ്പോൾ കൂടെ തന്നെ കേട്ടോ. സൈഡിലൊക്കെ വേറെ ഇതുണ്ട്. മെയിൻ എൻട്രി വഴി കയറിയിട്ട് പോകും. ഞാൻ മാളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങനെ ഇങ്ങനെ ഒന്ന് പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലെത്തി ഞാൻ എന്തായാലും. അങ്ങനെ ഞാനിതാ ടിക്കറ്റ് കൗണ്ടറിലെത്തി ഗൈസ്. ടിക്കറ്റ് എടുത്തിട്ട് ഇനി ബാക്കി പരിപാടി. അങ്ങനെ ഗൈസ്, ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നു. പുഷ്പ മലയാളം. ടിക്കറ്റ് എടുക്കുന്നവരെ എന്നോട് എല്ലാവരും പറഞ്ഞത് എന്തെന്നറിയാം, എടുക്കണ്ട, കാണണ്ട എന്നാണ്. പക്ഷെ എനിക്കൊരു ത്വര. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പോയി കാണുന്നത്. നമുക്കിനി പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ പോയിട്ട് ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. നല്ല ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് പടം കാണാം. ആക്ച്വലി ഒരു ഷവർമയെങ്കിലും കഴിക്കണം എന്നാണ് മനസ്സിലുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഷോപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹലോ മമ്മി കാണാൻ വന്നപ്പോൾ ഇവിടെ ആയിരുന്നു ഈ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാം, എന്നിട്ട് തിരിച്ചു പോകും. തിരക്കുണ്ട് തോന്നണല്ലോ അവിടെ. ഞാനിവിടെ എത്തി. ഞാനൊരു അവക്കാഡോ സ്മോളും പിന്നെ ഒരു ഷവർമയും പറഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ 5 മിനിറ്റോട് തരും എന്ന് പറഞ്ഞു. എന്താവും അറിയില്ല. 5 മിനിറ്റ് കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് വേണം പോകാൻ. ഇപ്പോൾ സമയം 9:45. 10 മണിക്കാണ് നമ്മളെ ഷോ. ഷവർമയും ജ്യൂസും കിട്ടി. പിന്നെ ഇത് കഴിക്കണം.
ഞാനങ്ങനെ ഷവർമ കഴിച്ച് ഇതാ തിരിച്ച് കയറട്ടാ. നല്ല ജ്യൂസും നല്ല ഷവർമയും പെട്ടെന്ന് തന്നവർ തന്നതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് അടുത്ത പരിപാടിക്ക് കയറാൻ പറ്റി. ഇനി നമുക്ക് നേരെ തിരിച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് മുകളിലേക്ക് എത്തണം. എന്നാൽ കാരമൻ പോപ്കോൺ ആണെന്തെങ്കിലും മേടിച്ച് തിന്നാം. പോയോട്ടെ. ഞാനങ്ങനെ ഇതാ തിരിച്ച് കയറണം. തിരിച്ച് മുകളിലേക്ക് തന്നെ കയറാണ് ഗൈസ്. മുകളിലേക്ക് കയറണം. മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനിത് എക്സ്കലേറ്റർ കയറിയിട്ട് ഇനി അങ്ങനെ പോകണം. വീക്കെൻഡ് തിരക്കായി കഴിഞ്ഞാൽ പിന്നെ ക്രൗഡ് കൂടും. ഇന്ന് നല്ല ക്രൗഡുണ്ട്. ഇതിപ്പോൾ ഞാൻ ക്രൗഡ് ഇല്ലാത്തടത്തുനിന്ന് വീടെടുക്കുന്നുണ്ട്. കാരണം ഇവിടെ അങ്ങനെ ക്രൗഡ് ഉള്ളിടത്തും വീടെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ക്രൗഡ് ഇല്ലാത്ത സ്ഥലം. ഇപ്പോൾ നല്ല പെരും ക്രൗഡായിന് ഇപ്പോൾ വരുന്നിടത്തൊക്കെ. ഈ മാളിൽ അങ്ങനെ അൽവാദ മാളിൻ്റെ പ്രത്യേകത അതാണ്. വീക്കെൻഡ് ആയാൽ പിന്നെ ക്രൗഡ് ഇവിടെ കൂടും. ഒരു രക്ഷ ഉണ്ടാവില്ല. നമുക്കിനി ഇവിടുന്ന് പോപ്കോണോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചിട്ട് കയറാം. ആണണ്ട മോനെ. ഞാനിവിടെ ഇരുന്ന് എൻ്റെ ലെഫ്റ്റിലുള്ളത് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാട്ടോ. ഞാനിപ്പോൾ പരിചയപ്പെട്ടതാണ്. ഗായ്സ് അങ്ങനെ പുഷ്പ കണ്ട് ഇതാ ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുഷ്പ കണ്ടിട്ട് അങ്ങനെ എന്താ പറയുക, ഈ റിവ്യൂലൊക്കെ പറയുന്ന കുറേ കാര്യം കറക്റ്റൊക്കെ തന്നെയാണ്. കുറേ കാര്യം പക്ഷെ ചിലത് താഴത്തില്ല. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടെ. താഴത്തില്ലടാ. ഭയങ്കര സെറ്റപ്പാണ്. അതും തേങ്ങൊന്നും പറയാൻ പറ്റില്ല. വേറെ കാര്യം നമ്മൾ റിവ്യൂ പറയാനൊന്നും ആയിട്ടില്ല. എനിക്കങ്ങനെ റിവ്യൂ പറയാനുള്ള വലിയ ഇതൊന്നുമില്ല. പക്ഷേ കുഴപ്പമില്ല. ലാസ്റ്റ് പറയാൻ പാടില്ലല്ലേ. അപ്പോൾ ശരി, ഞാനെന്നാൽ നേരെ റൂമിൽ പോവാണ്. മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. മാളിൻ്റെ ഉള്ളിലുള്ള കുറേ ഇതൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് മൂത്രമൊഴിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഔട്ട് പുറത്തിറങ്ങാൻ ഭയങ്കര മുഷ്കില. എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ള ആലോചിച്ചൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആൾക്കാർ കയറി പോകുന്ന കണ്ടപ്പോൾ ഓരോ വേക്ക് പോയത്. ഇപ്പോൾ ഞാൻ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വഴി മറന്ന് വേറെ എവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഓടിയതാ. ഇനിയിപ്പോൾ ടാക്സി വിളിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ടാക്സി വരുന്നുണ്ട് തോന്നണം. അങ്ങനെയാണ് ടാക്സിക്ക് എത്തിയത്. റൂമിലെത്തി. അപ്പോൾ ഗൈസ് ഫൈനലി ഞാൻ റൂമിലെത്തി. പോയിട്ട് നല്ല ഉറക്കണം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ.